പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. പല പെറ്റ് ലവേഴ്സും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഡോക്ടർ, ഞങ്ങൾക്ക് അവിടെ നായയെ വളർത്താൻ കഴിയുമോ? തീർച്ചയായും ഫ്ലാറ്റുകളിൽ നായയെ വളർത്താം. പക്ഷേ അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഫ്ലാറ്റിനുള്ളിൽ വളരെ ലിമിറ്റഡ് സ്പേസ് അല്ലെങ്കിൽ സ്ഥല സൗകര്യം കുറവായിരിക്കും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്ലാറ്റിലുള്ള കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബാംഗങ്ങളുടെ പ്രായം, കുട്ടികൾ മുതൽ ഒരു പക്ഷേ പ്രായമേറിയ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ഒരു കുടുംബമായിരിക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നായയുടെ വലിപ്പം, അതിൻ്റെ മറ്റു സ്വഭാവ രീതികൾ, ഇതെല്ലാം നമ്മൾ ഫ്ലാറ്റിനുള്ളിൽ താമസിക്കുമ്പോൾ ഒരു നായയെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഏറ്റവും പ്രധാനം, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്പേസ്, ഈ നമ്മുടെ വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിനുള്ളിൽ ഒരു ചെറിയ നായയെ വളർത്തുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ നായ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, സാധാരണ വലിയ ബ്രീഡ്സിനെ പോലെ ഫ്ലാറ്റിലെ ലിമിറ്റഡായ സ്പേസിനുള്ളിൽ അല്ലെങ്കിൽ സ്ഥലപരിമിതിക്കുള്ളിൽ വലിയ ഇനം ശരീരഭാരമുള്ള വലിയ നായ്ക്കളെ വളർത്തുവാൻ പ്രായോഗികമായി കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ വേണം ഫ്ലാറ്റിനുള്ളിൽ താമസിക്കുന്നവർ മൃഗമായി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ, കുടുംബാംഗങ്ങളുടെ എണ്ണം, അവരുടെ പ്രായം എന്നിവ കൂടി കണക്കിലെടുത്ത് വേണം ഫ്ലാറ്റിനുള്ളിൽ വളർത്തേണ്ട നായ്ക്കുട്ടിയെ തിരഞ്ഞെടുക്കേണ്ടത്. ഫ്ലാറ്റിനുള്ളിൽ വസിക്കുന്ന പ്രായമേറിയ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികൾക്കോ ഒരു പക്ഷേ നായ വളർത്തൽ ഇഷ്ടമായി എന്ന് വരില്ല. കുട്ടികൾ ഇഷ്ടപ്പെടുമെങ്കിലും കൂടുതലും പ്രായമേറിയ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ ഈ രീതിയോട് താരതമ്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ മാനസികമായി ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരേപോലെ ഇതിനെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ഫ്ലാറ്റിനുള്ളിലെ നായ വളർത്തൽ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ എന്നൊരു നമ്മുടെ സ്വപ്നം നാം പ്രായോഗികമാക്കുവാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, നാം വളർത്തുന്ന നായക്കുട്ടിക്ക് അതും ഒരു മനുഷ്യക്കുട്ടിയെ പോലെ അതിന് ദിവസവും വ്യായാമവും ആഹാരവും വിശ്രമവും ഒക്കെ ആവശ്യമുള്ള ഒരു ജീവിയാണ്. ഫ്ലാറ്റിനുള്ളിൽ വളരുന്ന നായക്കുട്ടിയാണെങ്കിലും അതിന് കളിക്കുവാനും മറ്റുമുള്ള സ്ഥല സൗകര്യം ഉണ്ടോ, അല്ലെങ്കിൽ ശാരീരിക വ്യായാമത്തിന് ആവശ്യമായ സ്ഥല സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യവും പരമപ്രധാനമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്ലാറ്റിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിമിറ്റഡ് സ്പേസ് അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കൂടി നമ്മൾ ഈ നായക്കുട്ടിയെ വാങ്ങുമ്പോൾ തന്നെ പരിശീലിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള നായക്കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബോക്സുകൾ വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കാർഡ്ബോർഡ് പെട്ടികൾ, പേപ്പറുകൾ എന്നിവ ഉപയോഗിച്ച് ടോയ്ലറ്റ് ട്രെയിനിങ് നമുക്ക് ഈ നായക്കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള നായക്കുട്ടികൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വളരെ ഭാരമേറിയ അല്ലെങ്കിൽ ശരീര വലിപ്പമുള്ള നായ്ക്കളെ ഒരു കാരണവശാലും ഫ്ലാറ്റിനുള്ളിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുവാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ തീരെ ചെറിയ ഇനം നായ്ക്കുട്ടികളെ ആയിരിക്കും ഫ്ലാറ്റിനുള്ളിൽ വളർത്തുന്നതിന് ഏറ്റവും സൗകര്യം. ഇതിൽ ഏറ്റവും പരമപ്രധാനമായ 4-5 ബ്രീഡുകളുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കാം. ഏറ്റവും നമുക്ക് മുന്നിൽ പറയാവുന്ന, ഏറ്റവും നമ്മളോടൊക്കെ ഇണങ്ങുന്ന, ഏറ്റവും വീട്ടിലെ കുട്ടികൾക്ക് പോലും കളിക്കുവാനും ഒക്കെ പ്രിയങ്കരനായ ഡാഷൻഡ് എന്ന് പറയുന്ന കൊറിയ ഇനത്തിലുള്ള നായ്ക്കളെ ഫ്ലാറ്റിനുള്ളിൽ വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ്. മറ്റൊരു ഇനമാണ് പഗ്. കുട്ടികൾക്ക് വളരെ കൗതുകമുണർത്തുന്ന രൂപത്തിലും നിറത്തിലും ഭംഗിയിലുമൊക്കെ എല്ലാവരുടെയും മനം കവരുന്ന പഗ്ഗുകളെ നമുക്ക് ഫ്ലാറ്റിനുള്ളിൽ വളർത്താവുന്ന ഒരു നായ ഇനമാണ്. അതുപോലെ ബീഗിൾ, വളരെ കാണാൻ ഭംഗിയുള്ളതും വളരെ ഡൊസൈൽ അല്ലെങ്കിൽ കുട്ടികളോടും വീട്ടിലുള്ളവരോടും ഒക്കെ വളരെ താരതമ്യം പ്രാപിക്കുന്നതും അടുത്ത് കളിക്കുന്നതിനും ഇടപഴകുന്നതിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ മറ്റൊരു ബ്രീഡാണ് ബീഗിൾ. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ 3 ഇനങ്ങളും താരതമ്യേന രോമാവരണം കുറവുള്ള അല്ലെങ്കിൽ ഹെയേഴ്സ് കുറവുള്ള ബ്രീഡുകളാണ്. ഇതിൽ നിന്നും കുറച്ചുകൂടെ നമുക്ക് സൗകര്യമുണ്ട്, വീട്ടിൽ മറ്റാൾക്കും രോമങ്ങൾ മൂലമുള്ള അലർജി തുടങ്ങിയ രോഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ മറ്റൊരു ഇനമാണ് സ്പിറ്റ്സ്. കാണാൻ ഏറെ ചന്തമുള്ള ഈ ഇനം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി മാറും. മറ്റൊരു ഇനം കൂടി ഞാൻ ഈ അവസരത്തിൽ ഫ്ലാറ്റുകൾക്ക് അനുയോജ്യമായ മറ്റൊരു ഇനത്തെക്കുറിച്ച് കൂടി നമുക്ക് ഇവിടെ ഒന്ന് സംസാരിക്കാം.
മിനി പിൻ എന്ന് പറയുന്ന നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെറിയ കുഞ്ഞൻ നായ, ആ ഒരു ബ്രീഡ് വളരെ നല്ല രീതിയിൽ ഫ്ലാറ്റുകൾക്കുള്ളിൽ വളർത്തിക്കൊണ്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഫ്ലാറ്റിനുള്ളിൽ ഈ ഒരു അരുമ മൃഗങ്ങൾക്ക് സ്ഥാനം കൊടുക്കാവൂ എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അരുമ മൃഗ പരിപാലനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ നൽകുന്നതുമാണ്. താങ്ക്